ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിൻസ ഹരീഷ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്നതാണ്. എല്ലാവരും ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഫ്രൈഡ് റൈസ്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ചിന്തിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടാത്തതെന്ന്. അങ്ങനെ ഞാൻ പല ഐറ്റംസും മാറ്റി മറിച്ചൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലിൽ ഞാൻ പല ഓയിലും യൂസ് ചെയ്ത് നോക്കി. അതിൽ നോക്കിയപ്പോൾ എനിക്ക് പലതിലും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏറെക്കുറെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ എനിക്ക് കിട്ടിയത് ഒരൊറ്റ ഓയിലാണ്. അതേത് ഓയിലാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, ഇവർ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം കൂടി ഇടും. അത് കൂടി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൾ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, ഗാർലിക്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, 4 മുട്ട, 2 ഗ്ലാസ് ബോയിൽഡ് ബസ്മതി റൈസ്. അതെങ്ങനെയാണെന്നുള്ളത് ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട്, നല്ലെണ്ണ. ഇനി അതിലേക്ക് അടിച്ചു വെച്ച മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ചിക്കിപ്പൊരി പോലെ നമുക്ക് ആക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുത്തിപ്പൊരി പോലെ നന്നായി ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ സെയിം പാനിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 അല്ലി മതിയാവും. അതൊന്ന് വാടി വരുമ്പോൾ അധികം ബ്രൗൺ ആക്കാൻ നിൽക്കരുത്, കാരണം ഇത് നല്ലോണം ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അതിലേക്ക് ആദ്യം നമ്മളിട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിന് ഇത്തിരി ടൈം എടുക്കുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഒനിയൻ, നമ്മൾ തയ്യാറാക്കിയ ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ അധികം ഇട്ട് കൊടുക്കണ്ട. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള കാബേജും ക്യാപ്സിക്കവും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോയ സോസാണ് ഞാൻ ഒഴിക്കുന്നത്, പിന്നെ സോൾട്ടും. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഏറെക്കുറെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കണം, അപ്പോഴാണ് നന്നായി ഉലർന്ന് കിട്ടുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് കേട്ടോ ഫ്രൈഡ് റൈസ്. പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മുട്ടയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് നമുക്ക് 2 സാധനങ്ങളാണ് ചേർക്കേണ്ടത്. ഒന്ന് വൈറ്റ് വിനെഗർ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും. ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ടേസ്റ്റിന് ഇടുന്നതാണ് അജിനോമോട്ടോ. അജിനോമോട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങൾ കുറച്ച് അജിനോമോട്ടോ ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതിയോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരേക്കും ബൈ.